സൺഡേ ആയിട്ട് ബീഫ് മേടിക്കാൻ പോകാം രാവിലെ തന്നെ. എന്ത് വേണോ ഇപ്പോഴത്തെ ഇപ്പോൾ മൈലേജ് ഇതാ ലാഭം. ഫാസ്റ്റായിട്ടൊന്നുമില്ല, കിക്കർ തന്നെ അടിക്കണം. ഞാൻ ബീഫ് മേടിക്കാം. ബീഫ് ഇന്ന് 2 പരിപാടിയാണ്. ഒന്ന് പാടാ കണ്ടത്, ഒന്ന് കൂട്ടുകാരും ഒപ്പം അമ്മ ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയിട്ട് ഒരു ചിക്കൻ മേടിച്ച് ഗ്രില്ലടിക്കാമെന്ന് പറഞ്ഞാൽ അതൊന്ന്, രണ്ടാമത് വീട്ടിലോട്ട് ബീഫും മേടിക്കണം. അങ്ങനെ 2 പരിപാടിയാണ് ഇന്ന് സൺഡേ ആയിട്ട്. ഞങ്ങളുടെ സ്ഥലമൊക്കെ കണ്ടത്. ഇന്നത്തെ അല്ലേ ബീഫ്? ഇന്നത്തെ അല്ലേ ബീഫ്? എത്ര 5? എന്നെ 6 ആക്കി. ചുമ്മാ ഇവിടെ ചൂടാ, ചുമ്മാ 5 മതി. കണക്കം വേറെ ഇത് വേറെ എഴുന്നേറ്റോടാ, കഴിഞ്ഞില്ലേ? ഏത് സിനിമയ്ക്കകത്താ മറ്റേ മീശമാധവനകത്ത് കനല് വെച്ചിട്ട് അതിന്റെ മേളിൽ കയറി നിൽക്കുന്നു. വീശിയാ തരുന്നു, വീശിയ പുളി കഴിക്കാനല്ലോ, ഒരുപാട് പുളി കഴിക്കാൻ എത്ര ഉണ്ടായതല്ലേ? കാറ്റിലുണ്ട് കണ്ട് ആളിക്കോ. മുഖച്ചോ ചോദിക്കുന്നത് നമ്മളെത്ര കണ്ടിരിക്കുന്നതാണ്. കരി അരിക്കൂടെ നിന്നിട്ടുണ്ട്, ചോര നിന്നിട്ടുണ്ട്. അച്ചിക്കൂട്ടൻ കമ്പി കൂടായിട്ട് വെച്ചല്ലേ? ആ കമ്പെടുത്തിട്ടില്ല. ഞാൻ പേപ്പർ വരുത്തടാ. എന്തിനാ കത്തിക്കാൻ? ഇതിന്റെ ഇടയിൽ കൂടെ എടാ അവിടെ വെച്ചോടാ. എടാ അതിന്റെ അകത്ത് വെള്ളം എടാ വെള്ളം എടുക്കടാ. അച്ചൂടെ മുക്കി നീ ഇത് കഴുകിയില്ലടാ. പിന്നെ ഞാൻ എന്നാണോ ചെയ്യണ്ടേ? ഇത്തോളം നീ ചിക്കൻ മസാല ഉണ്ടാക്കി. ചിക്കൻ മസാല ഇട്ടില്ലായിരുന്നു. കഴുകിയാളോ മൽബറി ആണോ? ഇറങ്ങി വരും പ്ലാസ്റ്റിക് നീ ഇത് ഇളക്കാനാ പറയും, ബുദ്ധി പിടിക്കാനോ? അത് ഇളക്കാനായിരിക്കും. കണല അവിടുത്തെ കണ്ണൊക്കെ തോണ്ടിക്കൊണ്ട് കൊറേ ഒന്നും ആയില്ലല്ലോ. കൂട്ടിട് നടുക്ക് കൂട്ടിട്. അത് അവിടുന്ന് കൂട്ടിട്. അത് ഞാൻ പോയ ഹോസ്പിറ്റലുണ്ടായിരുന്നു. ബാംഗ്ലൂർ ചോര നല്ലവരെ ഇറങ്ങി വരുന്നുണ്ടോ? ഒരു സമയത്ത് 2000 രൂപ ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ
അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം 3 ദിവസം അതിന് അതിൽ ഒറ്റ പീസിനായിട്ട് വെക്കണം. അങ്ങനെ വല്ല കാക്കയും വന്ന് എടുത്തോണ്ട് പിടിക്കാൻ പറയടാ അണ്ണ കഴിക്കും. ഇച്ചിരി കാണിച്ചാണ് എനിക്ക്. തരാം. അതെന്തോ കല്യാണം നിൽക്കുന്നുണ്ടോടാ? ഞാൻ തരാം. നീ അവിടെ നിന്ന് ഞാൻ തരാം, എല്ലാവർക്കും തരാം. എനിക്ക് ഇത് അത്തടില്ല, ഇത് മസാലയാണ്. ഞാൻ എന്നെ വീട് കാണാം. ഇതൊക്കെ എല്ലും മറ്റവൻ വേർതിരിച്ചാണ് മറ്റവന് കൊടുക്കണം. ഇറക്കുമതി വെളിയിൽ തരുന്ന അവനത് എല്ലിനെയൊക്കെ മർദ്ദിക്കുന്ന ഒരു മർദ്ദനമുണ്ട്. കഞ്ചാവ്